എല്ലാവർക്കും ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് പിസ്സ, ദോശ മാവിലുള്ളൊരു പിസ്സ ആണ്. അതായത് കുട്ടികൾക്കൊക്കെ നമുക്കിപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് വീടുകളിൽ പിസ്സ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ദോശ മാവ് വെച്ചിട്ട് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് പിസ്സ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ചൂടായ ദോശക്കല്ലിലേക്ക് നെയ്യ് പുരട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പുരട്ടാം, അത് നമ്മുടെ ചോയ്സാണ്. അതിന് ശേഷം ദോശമാവ് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നൈസിലാണ് പരത്തണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഞാനാണെങ്കിൽ ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് പരത്തി എടുക്കുന്നത്. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളി, സവാളയാണ് എടുത്തിട്ടുള്ളത്. പിസ്സ ഉണ്ടാക്കാനായിട്ട് മൈദമാവ് തന്നെ എടുക്കണമെന്നില്ല. ഇതും അതേ ഒരു ടേസ്റ്റാണ്. പിന്നെ കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. അപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിലേക്ക് സോസ്, പിസ്സ സോസ് തന്നെ വേണമെന്നില്ല, ടൊമാറ്റോ സോസ് മതി. എല്ലായിടത്തും പിസ്സ സോസ് കാണണം, പിന്നെ എല്ലാ വീടുകളിലും എപ്പോഴും കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചീസാണ്. ചീസ് എത്രത്തോളം ഇടുമോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. കാരണം ഈ ചീസ് മെൽറ്റായിട്ട് ഇങ്ങനെ ദോശ മുറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരണം. അതൊക്കെയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. കുട്ടികൾക്കായാലും നമുക്കായാലും ആ വലിഞ്ഞു വരുന്ന ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ചീസ് തന്നെ വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്തിട്ടില്ല, പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. നമുക്കിതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചോളം ഉണ്ടെങ്കിൽ ചോളം, പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ പീസസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മെൽറ്റായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. വീണ്ടും 1 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇത് പിന്നെ നൈസ് ദോശയാണെങ്കിൽ ഇപ്പോൾ മറിച്ചിടാതെ തന്നെ എടുക്കാം. ഞാൻ പക്ഷേ മറിച്ചിട്ട് മറുഭാഗവും കൂടെ ചെറുതായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ മറിച്ചിടാതെ വേണമെങ്കിലും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ മസാല ദോശ തന്നെ ചിലപ്പോൾ അകം വേവാത്തൊരു ഫീൽ ഉണ്ടാവും ഞാൻ കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറിച്ചിട്ടിട്ട് എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, പിസ്സ ദോശ റെഡി. പിന്നെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിന്നെ പിസ്സ ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.